എന്താ ഞാനിതാ ഇപ്പം നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. മറ്റന്നാൾ പരീക്ഷയല്ലേ? ഞാനിപ്പം ക്വസ്റ്റ്യൻ വന്നോട് ചോദിക്കുക വന്നപ്പം കറക്റ്റ് ഉത്തരം പറയണം. ഇപ്പം കളിച്ച് നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നടക്കുകയാണെങ്കിൽ പിന്നീട് എനിക്ക് ഇതിൻ്റെ ആൻസർ എനിക്ക് കിട്ടണം. ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ ഓക്കെ. കളിച്ച് നടക്കരുത്. നല്ല വിദ്യയാണെങ്കിൽ നല്ല അടി കിട്ടും എൻ്റെ. ഇവൻ എവിടെ പോയി എന്ന് നോക്കട്ടെ. എന്താ പണിയിലാണോ നോക്കട്ടെ. അത് ശരി, ഇവിടെ പഴം തിന്നോണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര നേരമായി പഠിക്കാൻ പറഞ്ഞിട്ട്? എന്നിട്ട് എന്താ ഇവിടെ പഴം തിന്നോണ്ടിരിക്കുക? കുറേ സമയമായില്ലേ ഞാൻ പറഞ്ഞിട്ട്? എന്നിട്ട് എന്താ നീ കേൾക്കാത്തെ? എല്ലാവരും പഴം തിന്നിരിക്കട്ടോ, ഞാനിപ്പം വരാം. വേഗം തിന്നിട്ട് പഠിക്കാനിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം രണ്ടുപേർക്കും കിട്ടും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേർക്കും നല്ല അടി കിട്ടും. ചേച്ചി ചേച്ചി എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. നിങ്ങളെങ്ങനെ നടന്നു വന്നാണ് അല്ലെങ്കിൽ? ഞാൻ പുതിയ ഓട്ടോറിക്ഷയില് ചേച്ചി ഇതാ വെള്ളം കുടിച്ചോ? താങ്ക് യു. ആന്റിക്ക് വെള്ളം കൊടുത്തില്ലേ? മൂക്കും വെള്ളം കുടിച്ചോ? വെള്ളം എനിക്ക് ഏട്ടന്റെ സുഖം എങ്ങനെയുണ്ട്? സുഖം തന്നെ, പണിയെല്ലാം ഉണ്ട്. പിന്നെ നല്ല മഴയാ മോളെ, എന്താ മഴ. മഴയല്ലേ? പിന്നെ ചില സ്ഥലത്ത് കുറച്ച് വെയിൽ കിട്ടി. അത് ശരി. പിന്നെ നിങ്ങള് വണ്ടിയിലല്ലേ വന്ന? ഓട്ടോറിക്ഷയിൽ വന്നതാ അല്ലെങ്കിൽ നടന്നു വന്നതാ? ഓട്ടോയില്. ആന്റിയുടെ അടുത്ത് ഞാൻ കൊറേ നേരമായി മക്കളോട് പറയുന്ന പേശി പഠിക്കുക എന്നിട്ട് ഇവരോട് പഠിക്കുന്ന പറയുന്നല്ലാണ്ട് എന്റെ വായിൽ വെള്ളം പറ്റുന്നല്ലാണ്ട് ഇവർ രണ്ടുപേരും പഠിക്കുന്നില്ല. അത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോഴാണ് ചേച്ചി കയറി വരുന്നത്. അതെന്താ മോനെ, ഞായറാഴ്ച ആണെങ്കിലും കുറച്ച് സമയം പഠിക്കുക, ബാക്കി സമയം കളിച്ചോ. നമുക്ക് നാളത്തേക്ക് വേണ്ടതൊക്കെ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് കളിക്കുക. പിന്നെ ആദ്യം കുറച്ച് കഴിഞ്ഞ് പഠിക്കുക. വികൃതി ഒന്നും കളിക്കരുത്. കുഞ്ഞു ബാവേനെ നല്ലപോലെ ശ്രദ്ധിക്കുക. രാവിലെ ഒരു സമയത്ത് പഠിക്കേണ്ട സമയമല്ല, ആ സമയത്ത് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇങ്ങനെ നടക്കണം 100 വട്ടം. എന്നിട്ട് ചോദിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ബബ്ബ അടിച്ചോണ്ടിരിക്കുക. അതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ ചെയ്യരുത്. നല്ലപോലെ പഠിക്കുക. എന്ന് ചോദിച്ചാൽ സ്പോട്ടിൽ ഉത്തരം പറഞ്ഞു കൊടുക്കണം. അവർക്ക് പഠിച്ചാ പോരെ? പഠിച്ച് കുറച്ച് സമയം ഉച്ചയ്ക്ക് ശേഷം കളിച്ചാ പോരെ? കൂടുതലൊന്നും പറയണ്ട. എന്താ വെച്ചാൽ ഞായറാഴ്ചയാണ്, കുറച്ച് കളിച്ചോണ്ടേ. നാളെ തൊട്ട് ആദ്യം സ്കൂൾ പോണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് അങ്ങ് ക്ഷമിച്ചു. ഇനി ടെക്സ്റ്റ് പേപ്പർ ഒക്കെ ഉണ്ട്, അതിനുവേണ്ടി. മോനെ നല്ലപോലെ പഠിക്കുക കേട്ടോ. പഠിക്കാൻ ആ സമയം നോക്കി കളിക്കുക, അല്ലാത്തപ്പോ സമയത്ത് നല്ല രീതിയിൽ പഠിക്കുക. നിമ്മി, നീ അടുക്കളയിലാ? എന്തിന്റെ സ്പെഷ്യലി? പിന്നെ സാമ്പാറാ വെച്ചത്. സാമ്പാർ വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മീൻ കിട്ടിയിട്ടില്ലല്ലേ? അല്ല, മീൻ കിട്ടിയില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മീൻ വാങ്ങാത്തതേ. അതുകൊണ്ട് പിന്നെ ഞങ്ങള് പച്ചക്കറിയിലൊക്കെ ആക്കി. ഞാനും കൊറേ മീൻ വാങ്ങാത്തത്. ഒരു മാസത്തിന്റെ മുകളിലായി. അതെല്ലേ? ആഴ്ചയിൽ ചിക്കൻ വാങ്ങും. ഒരു ദിവസം ചിക്കൻ വാങ്ങി 2 ദിവസം എടുക്കുന്ന രീതിയിലാക്കും. പിന്നെ പച്ചക്കറി തന്നെ ഈ ഒരാഴ്ച. ഞങ്ങളും അങ്ങനെ തന്നെ. ഇപ്പൊ മീനക്കാർ ഇപ്പം കുറെ നാൾ വന്നിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഭാഗമായോണ്ട് കുറച്ച് നോക്കി വെച്ചതാണ്. ഇപ്പൊ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ച്. അല്ല, അമ്മേനെ അച്ഛനെയും കണ്ടില്ലല്ലോ. അവര് രണ്ടാളും പോയി. അവര് നേരം ഞാൻ വന്നിട്ട് അവരെ കണ്ടിട്ടില്ല. അമ്മേ അമ്മ അവിടെ പുറകിലെങ്ങാണ്ട് വിറക് വെട്ടോ എന്തോന്ന് തോന്നുന്നില്ലേ? ഡ്രസ്സ് ആറിയിടും എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ മഴക്കാറ് വെയിലും കൂടി ഇങ്ങനെ ഒരു കളി കളിപ്പിക്കുകയാണ്. അച്ഛൻ കൊലായിലുണ്ടെന്ന് തോന്നുന്നു. ആ റൂമിലെന്തോ ഉണ്ട്. അച്ഛാ, ചായ വേണ്ട? ഇനിയിപ്പോ ചോറിന്റെ സമയമില്ലേ? ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചോറിനെന്തോന്ന് 12:30 ഞാൻ ചായ അടിച്ചിട്ടൊക്കെയാന്ന് വന്നത്. നിന്റെ കുളിയൊന്നും കഴിഞ്ഞില്ല സാനി? സൺഡേ ആയോണ്ടാന്നോ രാവിലെ കുളിക്കാണ്ടായി പോയത്? പിന്നെ കുളിയൊക്കെ കണക്കാണ്. മോൻ പിന്നെ നേരത്തെ രാവിലെ തന്നെ അങ്ങ് കുളിക്കും. സാനിക്ക് ഒരു സാനിയ ലീവുള്ള ദിവസമായാലും നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ എല്ലാം പറയരുത്.
ആന്റി പറയുന്ന അനുസരിക്കണം കേട്ടോ. എനിക്ക് പൊട്ടതാ വാച്ച് വാങ്ങി തരാന്നൊക്കെ പറയുന്ന അനുസരിച്ച് കുട്ടികൾക്ക് അതെല്ലാം വാങ്ങിക്കൊടുക്കുക. എനിക്ക് ഏട്ടന്റെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, 28-ാം തീയതി ഏട്ടന്റെ ബർത്ത്ഡേ അല്ലേ നിമ്മി? 28 ഏട്ടന്റെ ബർത്ത്ഡേക്ക് എന്താണ് മേടിച്ചു വെക്കുന്നതെന്ന് അറിയൂലല്ലോ. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അന്ന് വരാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. നിനക്ക് വേണം നീ. ആന്റിയുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് കളിക്കാണോ മോള്? ഇത് ആരീന്റെ ചെരുപ്പിട്ടിട്ട് ആന്റിക്ക് കൊണ്ടു കൊടുക്ക്. കാലും വലിയ ചെരുപ്പ്. അങ്ങക്ക് നടക്കാനാകുന്നുണ്ടോ? മീനു നടക്കാനാണ്. ആന്റിക്ക് കൊണ്ട് കൊടുക്ക് ചെരുപ്പ്. ചെരുപ്പ് ആന്റിക്ക് കൊണ്ട് കൊടുക്ക്. നല്ല മോളല്ലേ, ആന്റിക്ക് കൊണ്ട് കൊടുക്ക്. ഇപ്പൊ വീട് നടക്കി അങ്ങനെ നടക്കുന്ന ഒരാള്. നിങ്ങളെക്കാട്ട് വലിയ ചെരുപ്പാണല്ലോ. മീനു ആന്റിക്ക് കൊടുക്ക് ചെരുപ്പ്. ആന്റിക്ക് കൊടുക്ക്. ഇട്ടോ പറ, ആന്റിനോട് പറ ഇട്ടോളാൻ പറ. ഇട്ടോ പറ. ചേച്ചി അവിടെ ഇരിക്കട്ടോ. ഞാനിതാ മഴയൊക്കെ വരുന്നുണ്ട്. മഴയും ഇപ്പം വെയിൽ ഒരുമിച്ചൊക്കെയാണല്ലോ. ഞാനിത് നാറിയിടട്ടോ കേട്ടോ. കുറേ ഡ്രസ്സ് ഉണ്ട് ആറിടാന്. ഉണങ്ങാനുണ്ട്. ഇവിടെ മാറ്റിയില്ല. വെയിൽ വരുന്നുണ്ട് കണ്ടോ. പിന്നെ ഇടയ്ക്ക് മഴ പെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം. കുറേ ഉള്ള മക്കളുടെ എല്ലാവരും ഉള്ളതുകൊണ്ട് കുറേ നാറി വന്നു. മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരിക. പങ്കെടുത്ത് പോയി. പങ്കയുടെ ഇവിടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പേരാമ്പ്ര പോയതാ. വരുവാ ഞാൻ പോകുന്നതിന്റെ മുന്നേ. അങ്ങള് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട്, ചേച്ചി വരുന്നുണ്ട് വരാം. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. 1/2 മണിക്കൂറിനുള്ളിൽ എത്തുന്നാ പറഞ്ഞു. മീനു ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. വരുന്നുണ്ട്, ചേച്ചി വരുന്നുണ്ട് വരാം. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. 1/2 മണിക്കൂറിനുള്ളിൽ എത്തുന്നാ പറഞ്ഞു. മീനു ഇതൊക്കെ എടുത്ത് വെക്ക്. ഡ്രസ്സൊക്കെ എടുത്ത് വെക്ക്. ചെരുപ്പ് എടുത്തിട്. ആന്റിയുടെ ചെരുപ്പ് പൊട്ടിയോ? അതെന്താ സംഭവം? ഒരു കുട്ടി എനിക്ക് പൊട്ടി. ഇല്ല, ഞാൻ ഇവിടെ പോയി ഇങ്ങനെ കത്തി. ശരി, ഞാൻ ഇപ്പൊ മഴക്കാലായോണ്ട് ആ ചെരുപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. മറ്റേ ഷൂ പോലത്തെ കഴിഞ്ഞിട്ടില്ല അമ്മേ. രാവിലെ കുളിക്കുന്നതാണല്ലോ. രാവിലെ കുളിച്ചുകൂടായിനോ? നെറ്റിൽ ഇങ്ങനെ ഇരുന്നാ പോരെ. സുന്ദരി വാ, അനിയടുത്ത് വാ. റെഡി റെഡി 1 2. അനിയന് ചെറുപ്പുണ്ടോ? അല്ല അമ്മ എന്താ കുളിക്കുന്നല്ലേ? അതേ കുളിച്ചോളി. അമ്മയ്ക്ക് തീരെ വയ്യ. കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് കാഴ്ചയുടെ പ്രശ്നം അതൊക്കെ ഉണ്ട്. ഇതെന്നാ കാണിക്കാൻ പോണ്ടിയേ? അതാണ് വെച്ചതാണ്. അച്ഛൻ വന്നല്ലോ. എല്ലാരും കൂടി കൂടെ പോരുന്നു. ബഹളം തന്നെയല്ലേ മക്കളും. സുരേട്ടനെയും കൂടി കൂട്ടായിരുന്നു. ഐശ്വര്യ ആന്റി വന്നപ്പോ തന്നെ എല്ലാരും ആന്റീന്റെ മടിയിലല്ലേ വരാൻ കാത്തിരുന്നതാ സാനിയ. ഐശ്വര്യ ആന്റി വന്നാ പിന്നെ ഇവിടെ ഒരു ബഹളമാണ്. അതാണ് എല്ലാരും കൂടി ഒരു കളിയും കളിക്കുന്നത്. വന്നാൽ പിന്നെ വിടൂല. മടിയിൽ നിന്ന് ഉറങ്ങുമ്പോൾ കൂടെ ഉറങ്ങും. പിന്നെ എന്താ കഴിക്കുമ്പോൾ ഭക്ഷണം കൂടെ കഴിക്കും. കുളിപ്പിച്ച് കൊടുക്കണം സാനിക്ക്. അങ്ങനെയൊക്കെയാണ് സാനിയുടെ പ്രശ്നങ്ങൾ. വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറൂല. ചെറുതും ഇപ്പം അങ്ങനെ തന്നെ രാജിയെന്ന് വിളിച്ചു പോകുന്നത്. മീനു രാജിയുടെ രാജിയെന്നാ വിളിക്കുക. രാജി എന്ന് പറഞ്ഞിട്ട് അല്ലേ? ആൻറ്റീനോട് ഇന്ന് പോണ്ടാന്ന് പറ. ആൻറ്റിയെ ഇന്ന് പോണ്ടാന്ന് പറ. മീനു പോണ്ടാ പറ. അച്ചച്ചി ഓ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ. അത് മറന്നുപോയി. കൺഗ്രാറ്റുലേഷൻ. മറന്നുപോയി. അതുകൊണ്ട് ആ നഞ്ചക്കും ഉണ്ട്. അതും പഠിക്കുന്നുണ്ട്. നല്ലോണം പഠിക്കണം കേട്ടോ. ശ്രദ്ധിക്കണം. കൈക്കും കാലിലൊന്നും പറ്റാണ്ടൊക്കെ നല്ല രീതിയിൽ കളിക്കുക. പറയുന്ന അനുസരിക്കുക. പീപ്പി വിളിച്ച നാളെ എല്ലടി നിനക്ക്. പിന്നെ വലിയ കുട്ടിയായിട്ട് പീപ്പി വിളിച്ച് നടക്കുന്നീ. ഒരാളതാ കറങ്ങുന്ന. അങ്ങനെ തന്നെ അടുത്ത ആള്. സാനിയ വലിയ കുട്ടിയായില്ലേ? അതാ പൊക്കാനാകുന്നില്ല. അതാ വല്യമ്മ വന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ. വല്യമ്മ എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം.
മഴയൊന്നുമില്ല, വെയിലാണ്. വെയിലുണ്ട് അല്ലേ? ഇന്നൊരു വെയിലുണ്ട്. അതല്ലേ ഡ്രസ്സൊക്കെ ഇത് ആറിയിട്ടിട്ടുണ്ട്. അതാ ആരാ അത് വന്നേ നോക്ക്. മീനു അതാരാ വന്നേ? മീനു അതാരാ വന്നേ? നോക്കിക്കുക. വേടെ ചെടി. ആ അതാ അതിൻ്റെ ഉള്ളിലെല്ലാം പോയി വീണ്. മഴയായതുകൊണ്ട് പൂവെല്ലാം വീണ് പോയി. അവള് പീപ്പി ഊതാ. പീപ്പി ഊതിക്ക മീനു. ഇങ്ങനെ പീപ്പി ഊതാ. ഊത്. ഊതി കാണിച്ചു കൊടുക്ക്. അതിൻ്റെ പാഴ്സൊക്കെ പോക്കിയോ? ഊതിക്കേ. ഊതിക്കോ. ഊതടി. വല്യമ്മ ഇരിക്കേ, കയറി ഇരിക്കേ. വെറുതെ ഇതാ ഇപ്പം എല്ലാവരും കൂടി വന്നപ്പോൾ ഒരു പിന്നെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ ഓരോ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക. അമ്മ ഇതെന്താ പപ്പ വന്നു അല്ലേ? അതാ പപ്പ വന്നിട്ടുണ്ടല്ലോ. മീനു എടെ? പപ്പ ഏതാ വന്നിട്ടുണ്ടല്ലോ. മീനു ഇതാ പപ്പ. എവിടെ പോയി മീനു എടെ? മീനു എടെ? കാണുന്നില്ലല്ലോ. പോയ കാര്യമൊക്കെ നടന്നോ? കൃത്യമായിട്ട് നടന്നു. ഓ വന്നപ്പോഴത്തേന് മേത്ത് കയറി. അപ്പൊ വന്നപ്പോഴത്തേന് എന്താ ചിരി. അതാ ഒരാളിതാ അവിടെ ഇരിക്കുന്നു, കുഞ്ഞുമാ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ആളിതാ മേളിൽ കയറിയിരിക്കുക. ഭയങ്കര രസമാണ് കാണാന്. എണ്ണി നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 ചിരിക്കുന്നത്. ചേച്ചി എപ്പോഴാ എത്തിയേ? എന്തെല്ലാം വിശേഷം? അളിയൻ എന്താ പറയുന്നത്? എവിടെയാ വർക്ക്? അമൃതേവ് ഇന്ന് വായന കഴിഞ്ഞോ? എനിക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നറിഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ലോട്ടറി പപ്പയ്ക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു. ലോട്ടറി അടിച്ചു. ആ നോക്കട്ടെ. ചേച്ചി പുറത്ത് നിൽക്കാൽ അകത്തേക്ക് കയറിയിരിക്കും. പിന്നെ കുഞ്ഞേ വാ. ഒരാളതാ കയറി. നാണുകുട്ടി അതാ പപ്പേന്റെ അടുത്തേക്ക്. അതാണ് നാണുകുട്ടിന്ന് പേര് വീണ്. നാണുകുട്ടി കഞ്ഞി എടുക്കുമായിരുന്നു. ഓരോ ഉറക്കത്തിന്റെ ഒക്കെ ക്ഷീണമുള്ളതുകൊണ്ട്. നാണുവിന് കഞ്ഞി വേണ്ടേ? നാണുവിന് കഞ്ഞി വേണ്ടേ? പപ്പയ്ക്ക് വെള്ളം കൊടുത്തോ? അയ്യോ പപ്പയ്ക്ക് വെള്ളം കിട്ടിയില്ലല്ലോ. മീനു പപ്പയ്ക്ക് വെള്ളം കൊടുത്തോ? വെള്ളം എടുത്തു കൊടുക്ക്. പപ്പയ്ക്ക് വെള്ളം എടുത്തു കൊടുക്ക് മീനു. പപ്പയ്ക്ക് വെള്ളം കൊടുക്ക്. ഉള്ളിൽ കൂടാ കാറ്റ് വരുന്നില്ല, അപ്പുറത്തുന്നില്ല. നമുക്ക് നോക്കാം ഒച്ച വരുമോ നോക്കാം. ഇല്ലേ? ഊത് ഊത് ഊത്. എന്താ ശ്രദ്ധ TV കണ്ടോണ്ടിരിക്കാൻ. എന്താ ശ്രദ്ധ. പഠിക്കുന്നതിൽ പോലും ഇങ്ങനെ ഒരു ശ്രദ്ധ സാനിയൊക്കെ ഉണ്ടായിട്ടില്ല. പഠിച്ച അന്നപ്പോൾ കുറച്ച് എഴുതും, പിന്നെ അങ്ങോട്ട് ഒറ്റൊരു ഓട്ടം അല്ലേ സാനിയ? എന്താ ശ്രദ്ധ, ഒരു മൈൻഡും ഇല്ല. എന്താ കാണുന്നേ നോക്കുക. ഇവരെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇവരെന്ത് പറയുന്നോന്ന് അവർക്കും അറിയില്ല, കേൾക്കുന്ന ഇവൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃതേവേ ഒരാൾ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ എന്തോ ഒരു പുണ്ണ് വന്നിട്ട് ഇതാ ചേച്ചി ഇതാ ചോറ് നിന്ന സാനിക്ക് കൊടുത്തു ചോറ്. ഞാൻ പിന്നെ ചോറ് തിന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങേട്ടൻ ചോറ് തിന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചോറ് തിന്ന കുറച്ച് ലേറ്റായി. സമയം എത്ര മണിയായി? 2 മണി. 2 മണിക്ക് ചോറ് തിന്നിട്ട് പങ്ങേടും കൂടി വന്നിട്ടാണ് ചോറ് തിന്നത്. കറി എങ്ങനെയുണ്ട്? അടിപൊളി സാമ്പാർ. അടിപൊളി. ആരാക്കിയ? അല്ലാതെ വേറെ ആരാണ് ഈ അടുക്കളയിൽ ഉണ്ടാവുക? അതെന്തിനാ അങ്ങനെ ചോറ് തിന്നോണ്ടിരിക്കുക കേട്ടോ. സാനി ചോറ് തിന്നോ? സാനിക്ക് കൊടുക്കാം. ആൻറ്റീൻ്റെ ഇത് വാങ്ങിക്കോ. ചോറ് മതിയോ? ആ അത് ശരി. എന്നാ ചോറ് തിന്നോ. അമൃതേവേ ചോറ് തിന്ന. വായിൽ പുണ്ണെങ്ങനെയുണ്ട്? വേദനയുണ്ടോ? അമൃതേ ഒന്നും മിണ്ടാണ്ടിരിക്കുക, സഹിച്ചിരിക്കുക കേട്ടോ. അതാ എക്സ്പ്രഷനൊന്നും ഇല്ലാത്ത ഇങ്ങോട്ടേക്ക്. ഭയങ്കര സീരിയസ് ആണ്.
അമ്മ ചോദിച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് റെസ്റ്റിലാട്ടോ. ഇതാ മീനു നല്ല ഉറക്കത്തിലാണ്. മീനുവിന് കുറച്ച് നേരത്തെ ഭയങ്കര കരച്ചിലായിരുന്നു മീനു. പിന്നെ ഇങ്ങനെ ഉറക്കമില്ലാതെ ഇരുന്നിട്ട് അപ്പം മോളെ നല്ലോണം ഉറക്കി, നല്ല ഉറക്കത്തിൽ. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി മോളെ എണീക്കുമ്പോഴത്തേനും മോൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇതാ ഞങ്ങൾ ഇവിടെയാണ് മോനുള്ളതും പങ്കേഴിനുള്ള മൊമെൻറ്റോ ഒക്കെ പിന്നെ ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ്, മോന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ കുറവായിരിക്കും. അപ്പോൾ അതാണ് സർട്ടിഫിക്കറ്റ്, എൻ്റെ മൊമെൻറ്റോ. ചെത്തിപ്പൂ ചേച്ചി പോവുകയാണ്. വൈകുന്നേരം ഒരു ദിവസം നിൽക്കുന്നേ ഉള്ളൂ. ഒരു ദിവസമല്ല, വൈകുന്നേരം പോവാണ് കേട്ടോ. പങ്കയുടെ കൊണ്ടാക്കുകയാണ്. ടാറ്റ കൊടുക്ക്, ടാറ്റ എടുക്ക, ആൻറ്റിക്ക് ടാറ്റ കൊടുക്ക്. ഇനി ടാറ്റ. എന്നാ ശരി ചേച്ചി. അതാ ചേച്ചി തിരിച്ചു പോവാണ്. ഏട്ടൻ കൊണ്ടാക്കാറ്. അങ്ങനെ ചേച്ചി പോയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.